ഇന്നത്തെ എൻ്റെ യാത്ര അംനാസ് ഇറാഖിലോട്ടാണ്. ഇറാഖിലെ കുർദിസ്ഥാൻ റീജിയനിലുള്ള റെഡ് പ്രസൻ എന്നറിയപ്പെടുന്ന മ്യൂസിയമാണ് അംനാസ് ഇറാഖ. അംനാസ് ഇറാഖയെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിവിടുത്തെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല, ഒരിക്കൽ ഭീകരമായ പീഡനങ്ങളുടെ സാക്ഷിയായിട്ടിരുന്നൊരു സ്ഥലം കൂടിയാണ്. സദ്ദാം ഹുസൈൻ്റെ ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു രഹസ്യ ജയിലായിരുന്നു ഇത്. സദ്ദാം ഹുസൈൻ്റെ പേര് പറയുമ്പം ആരുടെയും വികാരത്തെ മുറിപ്പെടുത്താനുള്ളൊരു വീഡിയോ ആയിട്ട് ഇതിനെ കാണരുത്. നിങ്ങൾക്ക് ഇനി കാണാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ വീഡിയോ എടുക്കാനുള്ള പൂർണ്ണ അനുവാദം ഉള്ളതുകൊണ്ടും എല്ലാവർക്കും ഇവിടെ വന്ന് കാണാനുള്ളൊരു അവസരം ഇല്ലാത്തതുകൊണ്ടും മാത്രം ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഈ 11 നമ്പർ കണ്ടോ? ഇതാണ് മിറർ മ്യൂസിയം. അതായത് യുദ്ധകാലത്ത് മരണപ്പെട്ട കുർദിഷ് ആൾക്കാരുടെയും അന്ന് നശിപ്പിക്കപ്പെട്ട ഗ്രാമങ്ങളുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഇങ്ങനെ ഒരു മ്യൂസിയം ഇവരുണ്ടാക്കിയത്. ഇതിനകത്ത് കയറിയാൽ ഒരു കേവ് പോലെയാണ്. അന്നത്തെ കാലത്ത് ജയിലിൻ്റെ എൻട്രൻസിൽ നിന്ന് അകത്തേക്ക് പോകാനുള്ള എളുപ്പ വഴി കൂടിയായിരുന്നു ഇത്. ഇവിടെ എഴുതിയത് വായിച്ചു നോക്കുമ്പം 1,82,000 മിറർ പീസുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ വാൾ ഉണ്ടാക്കിയേക്കുന്നത്. മരണപ്പെട്ട ആൾക്കാരുടെ എണ്ണമാണ് ഈ 1,82,000. അതിനകത്ത് സ്ത്രീകളും പുരുഷന്മാരും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും പട്ടാളക്കാരും എല്ലാവരുടെയും കൂടെ കണക്കാണ് ഈ പറയുന്നത്. ഇതിൻ്റെ റൂഫ് ഉണ്ടാക്കിയേക്കുന്നത് 5000 ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് അന്ന് നശിപ്പിക്കപ്പെട്ട ഗ്രാമങ്ങളുടെ പ്രതീകമായിട്ടാണ് ഇവർ 5000 ലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കിയേക്കുന്നത്. ഈ കാണുന്നത് ഒരു വിവാഹ വീടാണ്. ആ ഗ്ലാസ്സിലിട്ട് വെച്ചിരിക്കുന്നത് കുർദിസ്ഥാനിലെ സ്ത്രീകൾ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന അവരുടെ വസ്ത്രമാണ്. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. വിവാഹ നിശ്ചയത്തിന് ഒരു പുരുഷൻ സ്ത്രീക്ക് സമ്മാനമായിട്ട് കൊടുത്ത വസ്ത്രമാണത്. വിവാഹത്തിന് മുന്നേ ഈ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് കൊന്നു കളഞ്ഞ ആ പുരുഷൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീ കരുതി വെച്ച വസ്ത്രമാണ് ഈ ഗ്ലാസ്സിലിട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇവിടുത്തെ ഓരോ കാഴ്ചകൾക്കും ഓരോ കഥ പറയാനുണ്ടാവും. ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഇത്തിരി പ്രത്യേകതയുള്ള സ്ഥലത്തോട്ടാട്ടോ. ആ നമ്പർ 9 കണ്ടോ? അത് കുർദിഷ് ഹെറിറ്റേജ് മ്യൂസിയം ആണേ. പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കുവാണ്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് അവർ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ കാണുന്നതൊക്കെ അവരന്ന് ഉപയോഗിച്ച ഓരോ സാധനങ്ങളാണ്. ഇതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും ഇതിൻ്റെ താഴെ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ചുമരിൽ കുറേ കിഴുത്തുകൾ കണ്ടോ? ഇതൊക്കെ എന്താണെന്നറിയാമോ? അന്നത്തെ ആക്രമണത്തിൽ ഈ സ്നൈപ്പർ അറ്റാക്കും ബുള്ളറ്റൊക്കെ കയറിയതിൻ്റെ അവശിഷ്ടങ്ങളാണ് ആ ചുമരിൽ കാണുന്നത്. അവിടെ മാത്രമല്ല കേട്ടോ, ഈ കെട്ടിടത്തിൻ്റെ എല്ലാ പുറം ചുമരുകളിലും ഉണ്ട് ഇതുപോലെ ഒരുപാട് കാണാൻ പറ്റും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെല്ലാം നമുക്ക് കാണാനുള്ളത് നമ്പർ 5 ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എല്ലാ മ്യൂസിയത്തിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും സ്റ്റാഫുകളൊക്കെ ഒത്തിരി ഉണ്ട്. എന്നാൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ വരുന്ന എല്ലാവർക്കും കുർദിഷ് ലാംഗ്വേജ് വശമില്ലെന്ന് അവർക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒരു സ്റ്റാഫ് നമ്മുടെ കൂടെ വന്ന് നമുക്ക് വേണ്ട എല്ലാവരും പറഞ്ഞു തരും. അത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം കേട്ടോ. ഇവിടെ 1991 കുർദിഷ് വിപ്ലവത്തിന് ശേഷം ഈ ജയിൽ ഇവർ പിടിച്ചെടുത്തിട്ട് അതാണ് ഈ മ്യൂസിയം ആക്കി മാറ്റിയത്. ഈ കാണുന്ന ഫോട്ടോസൊക്കെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളതാണേ. സദ്ദാം ഹുസൈനിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം പോരാടിയിട്ടുള്ള ഈ കുർദിഷ് ആൾക്കാരും അതേപോലെ തന്നെ കുർദിഷ് രാഷ്ട്രീയ പ്രവർത്തകരെയും ഇവർ കഠിനമായിട്ട് അടിച്ചമർത്താൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. കുർദിഷ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്ന് സംശയിച്ച പലരെയും കുറ്റം തെളിയിക്കാതെയാണ് ഇവർ അറസ്റ്റ് ചെയ്തത്. പലരെയും ഇങ്ങനെ ഇതുപോലെ തന്നെ അംനാസ് ഇറാഖ പോലുള്ള രഹസ്യ ജയിലുകളിൽ അടച്ചു. ജയിലുകളിലെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടന്നു. പലരെയും കൊന്നു, ചിലരൊക്കെ കാണാതായി. ഇറാഖിൽ നിന്ന് സെപ്പറേഷൻ ആഗ്രഹിച്ച കുർദിഷ് ആൾക്കാരോട് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജിനോട് അവരുടെ സംസ്കാരത്തോട് അനുകൂലിക്കില്ലെന്ന് മാത്രമല്ല, തീർത്തും പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലായിരുന്നു അന്നത്തെ ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൂട്ടക്കൊലകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ കൂട്ടക്കൊലകൾക്കും അതേപോലെ അന്നത്തെ സംഭവങ്ങൾക്കെല്ലാം തെളിവായിട്ട് കാണുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ചിത്രങ്ങൾ. ഇതൊന്നും ഞാൻ എൻ്റെ സ്വയം പറയുന്ന കാര്യമല്ല, ഞാൻ ഉണ്ടാക്കി പറയുന്നൊരു കാര്യമല്ല. ഈ മ്യൂസിയത്തിൽ ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന പല രേഖകളും അതിൻ്റെ പ്രതീകങ്ങളും ചിത്രങ്ങളും ചരിത്രം സത്യമാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. അതിനടിസ്ഥാനമാക്കിയാണ് ഞാനിത് പറയുന്നത്. സാധാരണ എല്ലാ മ്യൂസിയങ്ങളിലും കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടത്.
ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ ഈ ജനത അനുഭവിച്ച വേദന എന്തുമാത്രം, അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ആ കാലത്ത് കുഴിച്ചെടുക്കപ്പെട്ട മൈനുകൾ. എല്ലാ തരത്തിലുള്ള മൈനുകളുടെ വിവരങ്ങളും അന്ന് കണ്ടെടുക്കപ്പെട്ട എല്ലാത്തിൻ്റെ വിവരങ്ങളും അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന രാജ്യങ്ങളിലെ നിർമ്മിതികളാണ് ഇവിടെ കുഴിച്ചെടുക്കപ്പെട്ടതും അതേപോലെ തന്നെ കണ്ടെടുക്കപ്പെട്ടതായിട്ടുള്ള മൈനുകൾ. ഈ അടുത്ത് കാണുന്ന ഈ ഫ്ലാഗിൻ്റെ വിവരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കണ്ടെടുത്ത മൈനുകളൊക്കെ കണ്ടെടുക്കാൻ സഹായിച്ച രാജ്യങ്ങളുടെ ഫ്ലാഗാണ്. എന്ന് വെച്ചാൽ കൊടുത്തവരും കണ്ടെടുത്തവരും ഈ 2 ലിസ്റ്റിലും ഉണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. ചില മൈനുകളുടെയൊക്കെ ചിത്രങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കണ്ട് വരുമ്പോഴാണ് ഇങ്ങനൊരു ബ്ലാക്ക് ബോർഡ് ഞാൻ ശ്രദ്ധിച്ചത്. ഈ ബ്ലാക്ക് ബോർഡിൽ കൊടുത്തിരിക്കുന്ന ചെറിയ അക്ഷരങ്ങൾ ഓരോ വാക്കുകളും ഓരോ ആൾക്കാരുടെ പേരുകളാണ്. ഇതിൻ്റെ മുകളിൽ ഇവർ കൊടുത്ത വിവരണം എന്താണെന്ന് വെച്ചാൽ, ആ യുദ്ധകാലത്ത് ഉപേക്ഷിക്കപ്പെട്ട മൈനുകൾ കാരണം പിന്നീട് മരണപ്പെട്ട ആൾക്കാർ, യുദ്ധത്തിൽ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റുകളല്ല, യുദ്ധകാലത്തിന് ശേഷം മരിച്ച ആൾക്കാരുടെ ലിസ്റ്റാണ്. അംനാസുറൊക്കെ കാണാൻ പോയിന്ന് ഞാൻ എൻ്റെ ഒരു കുർദിഷ് സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ആൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട്, എന്ത് തോന്നി നിനക്ക്? അപ്പം ഞാൻ പറഞ്ഞു, ആ മൈനുകളൊക്കെ കാണുന്നിടം വരെ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ ആൾക്കാർ അനുഭവിച്ച ആ ഒരു കഷ്ടപ്പാടിൻ്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായതെന്ന്. അപ്പോൾ ആൾ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു. അതാണ് എന്നെ ഏറെ ചിന്തിപ്പിച്ചത്. അന്നത്തെ ആ കാലത്ത് കുഴിച്ചിടപ്പെട്ട മൈനുകളെല്ലാം അതിൽ ചിലതൊക്കെ ഇപ്പോഴും കണ്ടെടുക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ അതിൽ നിന്ന് അപകടം ഉണ്ടാവാറുമുണ്ട് എന്നാണ് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ മൗണ്ടൻ ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഒരു ലോക്കലിനെ കൂടെ കൊണ്ടുപോകും. ആ പ്രകൃതിയെ അറിയുന്ന ഒരാളെ കൂടെ കൊണ്ടുപോകും. യുദ്ധം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിൻ്റെ ഭീതി ഇപ്പോഴും ഉണ്ട്. ഈ കണ്ട ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ അന്ന് കുഴിച്ചെടുത്ത മൈനുകൾ ഡിമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച സാധാരണക്കാരുടെ ഫോട്ടോസൊക്കെയാണ്. അന്ന് കൊല്ലപ്പെട്ട സോൾജിയേഴ്സിൻ്റെ ശവശരീരങ്ങളിൽ നിന്ന് ലഭിച്ച ചില വസ്ത്രങ്ങളും അവരുടെ വസ്തുക്കളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 2017 ഇറാഖിൻ്റെ ചില സ്ഥലങ്ങളിൽ കുർദിസ്ഥാനിലെ പതാക കത്തിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും കുർദിഷ് റഫറാൻഡവുമായിട്ട്, സ്വാതന്ത്ര്യ റഫറാൻഡവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണ് അങ്ങനെയൊക്കെ നടന്നിട്ടുള്ളത്. ബാഗ്ദാദ് ഉൾപ്പെടെയുള്ള അറബ് ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് ഇത് നടന്നത്. ഇത് കുർദിഷ് ആൾക്കാരെ വേദനിപ്പിക്കുകയും അതിന് ഓപ്പോസിറ്റായിട്ട് ഇറാഖിൻ്റെ പതാക കത്തിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതൊരു വിലാപമുറിയാണ്. യുദ്ധകാലത്ത് പരിക്ക് പറ്റിയ ആൾക്കാർ, മരണപ്പെട്ട ആൾക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ അവയവങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാർ, ഇവരുടെ എല്ലാം പേരും ചിത്രങ്ങളുമാണ് ഈ മുറിക്കകത്തുള്ളത്. അധിക നേരം കണ്ടു നിൽക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്കുണ്ട് ഈ നഷ്ടത്തിൻ്റെ കണക്ക്. ഇനി നമ്മൾ കാണാൻ പോണത് കുർദിസ്ഥാന് വേണ്ടി ജീവൻ കൊടുത്ത ഫോഴ്സിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസുമാണ്. ഇതിനകത്ത് സ്വദേശികൾ മാത്രമല്ല കേട്ടോ, വിദേശികളും ഉണ്ട്. സന്നദ്ധ സേവനത്തിന് വന്നിട്ട് കുർദിസ്ഥാന് വേണ്ടി ജീവൻ കൊടുത്ത ഒരുപാട് വിദേശികളെ, അവരുടെ ഡീറ്റെയിൽസും ഫോട്ടോസും ഇതിനകത്ത് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഓരോ ഫോട്ടോയുടെ താഴെയും 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അവരുടെ ഒറിജിനൽ പേരും, 2 കുർദിസ്ഥാന് വേണ്ടി നിന്ന സമയത്ത് അവർ കൊടുത്ത കുർദിഷ് പേരും. ഇതാണ് ISISൻ്റെ നാണയങ്ങൾ. അന്ന് അവർ ഉപയോഗിച്ച നാണയങ്ങൾ മാത്രമല്ല, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച സ്റ്റാമ്പുകളും ഇവിടെ കാണാം. ഈ മ്യൂസിയം 1991 ഓപ്പൺ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അന്ന് മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന മ്യൂസിയം ആയതുകൊണ്ട് തന്നെ ഞാൻ കരുതിയത് ഇവിടെ ആൾക്കാരൊന്നും വരില്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ആണ് ഒന്നാമത്തെ കാര്യം, രണ്ടാമത് അവരെല്ലാവരും കണ്ടു കഴിഞ്ഞതായിരിക്കാം എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ആൾക്കാർ വരെ ഉണ്ട്. 2014, 2017 കാലഘട്ടങ്ങളിൽ നടന്ന ചില ആക്രമണങ്ങളും അതിൽ മരണപ്പെട്ട ആൾക്കാരും അന്ന് ഫോഴ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ബന്ധുക്കളൊക്കെ ഇപ്പോഴും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളടക്കം ഇടയ്ക്കിടെ വന്നു പോകുന്ന ആൾക്കാർ ഇവിടെ കാണാൻ പറ്റും. അടുത്ത വീഡിയോയിലുള്ളത് സദ്ദാം ഹുസൈൻ്റെ ഈ ഭരണകാലത്ത് ഈ ജയിലിനകത്ത് കുർദിഷ് ആൾക്കാരെ പീഡിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ടോർച്ചർ മുറികളും അതിനനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.